ഹലോ, ഇന്ന് നമുക്ക് ചിക്കൻ പാസ്ത ഉണ്ടാക്കിയാലോ? പാസ്ത കുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പാസ്ത അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാസ്തകൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും പാസ്തയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. ഞാൻ കണ്ട പല വീഡിയോസിലും അവർ മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അതിലോട്ട് നന്നായിട്ട് മെൽറ്റായി മിക്സായി വന്നിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കുറച്ച് സവാളയും കൂടെ ഇട്ട് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു കോണും കൂടെ വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോണും ചിക്കനുമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ വെജിറ്റബിൾസ് ആണെങ്കിൽ നമുക്ക് ചിക്കന് പകരം കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്ത റെഡിയായിട്ടുണ്ട്. 1-2 തവണ ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഒരു പ്രാവശ്യമാണ് വിജയിച്ചിട്ടുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഈ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കണ്ടു നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.